ഷോപ്പിലോട്ട് ഫസ്റ്റ് ടൈം വരുന്ന മിക്ക കസ്റ്റമേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചുരിദാറിന് എങ്ങനെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നതെന്ന്. സ്റ്റിച്ചിങ് ചാർജ് എങ്ങനെ വരുന്നത് എന്നുള്ളതിൻ്റെ റേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് മിക്കവരും ഇങ്ങനൊരു ചോദ്യം ചോദിക്കാറ്. ചിലവർ നമ്മളെടുത്ത് പറയും എന്തത്ര കൂടുതൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നോർമലി നമ്മളൊരു ടോപ്പ് ആൻഡ് ബോട്ടം വരുന്ന ഒരു ചുരിദാർ സെറ്റിന് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങൽ 450 ആണ്. അതങ്ങനെ എല്ലാവരും കൂടുതലായിട്ട് പറയാറില്ല, പക്ഷെ ചില ആളുകൾ പറയാറുണ്ട് കേട്ടോ. നോർമലി സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജസ് ഓരോ പ്ലേസ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ വീടുകളിൽ തയ്ക്കുന്നവർ വാങ്ങുന്ന ചാർജ് ആയിരിക്കില്ല ഷോപ്പിൽ തയ്ക്കുന്ന ഒരാൾ വാങ്ങുന്നുണ്ടാവും. ഇപ്പോൾ ഷോപ്പിൻ്റെ ഏരിയ അനുസരിച്ചും ചാർജസിൽ ഡിഫറൻസ് വരാം. ഇപ്പോൾ സിറ്റിയിലാണെങ്കിൽ അവിടെ ഒരു ചാർജും അതേപോലെ ടൗണിലാണെങ്കിൽ വേറൊരു ചാർജും ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അതുമല്ല ബുട്ടീക്ക് റേഞ്ച് ആണെങ്കിൽ അത് നോർമൽ ടൈലറിങ് ഷോപ്പിനെ അപേക്ഷിച്ച് ചാർജസിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരാറുണ്ട്. വീട്ടുകളിൽ ഇപ്പോഴും 250ക്കും 350ക്കും ഒക്കെ തയ്ക്കുന്നവരുണ്ടാവും. കാരണം അവർക്ക് ഷോപ്പിൻ്റെ റെൻറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യത്തിൽ തന്നെ ഷോപ്പിൽ വരുന്ന നോർമൽ കറണ്ട് ബില്ലും അതേപോലെ വീടുകളിൽ വരുന്ന കറണ്ട് ബില്ലും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് ചാർജസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് എവിടെയാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കും. ഇനിയിപ്പോൾ വീടുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നതും ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നതും ഡിഫറെൻ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കതും നല്ല ഡിഫറെൻ്റ് വരാറ്. ഇപ്പോൾ വീട്ടിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തയ്ച്ചു കൊടുക്കുന്നവർ ഉണ്ട് എന്നാണ് കേട്ടോ. അല്ല ഇല്ലയെന്ന് ഞാൻ പറയാം. ഷോപ്പിൽ മിക്ക ആൾക്കാരും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളതും. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ ഷോപ്പിൽ ഉണ്ടാവാറുള്ളത്. എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾ പ്രായം നോക്കിയിട്ട് വിലയിരുത്തരുത്. ചില പേര് ഇങ്ങനെ വന്നിട്ട് പറയാറുണ്ട്, അവിടെ ഇത്രയൊന്നും സ്റ്റിച്ചിങ് ചാർജ് ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കൂട്ടി വാങ്ങുന്നത്, നമുക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.